ഇപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് പോയ കാവ്യയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റം എങ്ങനെ ഉണ്ടായി എന്നാണ് ആലോചിക്കുന്നത്. എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ട് കാവ്യയുടെ മനസ്സ് വീണ്ടും പഴുപ്പിച്ചെടുത്തിരിക്കുകയാണ് ഈ അനുപമ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൊമോയുടെ ഏറ്റവും അവസാന ഭാഗം നമ്മളെല്ലാവരും കാത്തിരുന്ന സീനാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരു പനിയെ അടിച്ച് ഒരു സെറ്റപ്പിലായിരിക്കുന്ന ഹോസ്പിറ്റലിലായിരുന്നു, വന്ന് ഉറക്കമായിരുന്നു, ഭയങ്കര ക്ഷീണം പോലെ. ഓൾറെഡി ഞാൻ ഇന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ ഇടുമ്പോൾ പറഞ്ഞിരുന്നു ഒരു സുഖമില്ലായ്മയാണെന്നൊക്കെ. എന്താണെങ്കിലും പ്രൊമോയുടെ റിവ്യൂ ഇടാതിരിക്കാനായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഒരു വിധത്തിൽ തലപൊക്കി വന്നിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ പ്രൊമോ പ്രധാനമായിട്ടും അർജുൻ അഞ്ജലിയുടെ കഴുത്തിൽ താലി കിട്ടുന്ന ഒരു സീനാണ് പ്രധാനമായിട്ട് പ്രൊമോയിൽ കാട്ടിയത്. അങ്ങനെ നമ്മൾ കാത്തിരുന്നുള്ള ആ ഒരു നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. പ്രൊമോയിൽ ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത് അർജുനും അഞ്ജലി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന മറ്റേ പുള്ളി ഉണ്ടല്ലോ, പുള്ളി പറയുകയാണ് അനിയ ഇങ്ങനെ നോക്കി നിൽക്കാതെ, സമയമായി, മുഹൂർത്തമായി, വേഗം ഈ താലി ഞാൻ കെട്ടാനായിട്ട് നോക്കുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അർജുനും അഞ്ജലി ആകെ ഷോക്കഡായിട്ട് നിൽക്കുകയാണ്. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിൽ നിന്ന് ഇപ്പോൾ ഒഴിവാകാനും പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കാരണം ഗുണ്ടകൾ അഞ്ജലിനെ അർജുനെയൊക്കെ നോക്കി നിൽക്കുകയാണ്. അവർ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും അർജുനും അഞ്ജലിയും. അവർ സംശയ കണ്ണുകളോടെ നോക്കുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ നിന്ന് ഒഴിവായി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ പിടിക്കുകയും ചെയ്യും. ഇപ്പം ഇങ്ങനെ ഒരു പരിപാടിക്കുള്ളിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് പെട്ടെന്നൊന്നും പിടിക്കാനും പറ്റത്തില്ല. കാരണം MP ആയ കുറിപ്പ് നടത്തുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ അത് ഒന്ന് അലങ്കോലമാക്കി കഴിഞ്ഞാൽ വലിയ സീനാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇത് അയാൾ തന്നെയാണോ ഇയാൾ എന്ന് ആലോചിച്ച് ഈ ഗുണ്ടകൾ അവിടെ നിൽക്കുകയാണ്. അർജുനും അഞ്ജലിക്കും പെട്ടുപോയ അവസ്ഥയിൽ പുറത്തേക്ക് ഇറങ്ങാനും പറ്റാതെ ഇരിക്കുകയാണ്. അങ്ങനെ താലി കെട്ട എന്ന് പറഞ്ഞാൽ അർജുൻ്റെ കയ്യിൽ ബലത്തോടെ തന്നെ അടുത്തിരുന്ന് പുള്ളി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പ്രൊമോയിൽ കാണാം ആ വന്നതിൽ 2 ഗുണ്ടകൾ ആ മണ്ഡപത്തിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇയാൾ ഫോട്ടോയും സാറയച്ച ഫോട്ടോയും ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് ആ ഒരു ഡയലോഗ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എത്ര ആലോചിച്ചിട്ടും എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം. അയാൾ അയച്ച ഫോട്ടോ, അതായത് കുറുപ്പ് സാർ അയച്ച ഫോട്ടോയും സാർ അയച്ച ഫോട്ടോയും ഒന്നാണ് എന്നാണ് പറയുന്നത് ആ ഗുണ്ട് വന്നിട്ട് പറയുന്നത്. ഒരു പക്ഷേ ഉദ്ദേശിച്ചത് കുറുപ്പ് സാറ് അയച്ചെന്ന് പറഞ്ഞാൽ അർജുൻ്റെ ഫോട്ടോ തന്നെയായിരിക്കും. അപ്പോൾ കല്യാണ ചെറുക്കന്മാരുടെ ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് അയച്ചപ്പോൾ ആ കൂട്ടത്തിൽ അർജുൻ്റെ ഫോട്ടോയോ അയക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഫോട്ടോ ഈ ഫോട്ടോയും ഒന്നാണെന്ന് കാണുമ്പോൾ ഒക്കെ കൺഫ്യൂസ്ഡ് ആയി പോയിരിക്കും. അപ്പോൾ അതായത് കല്യാണം കഴിക്കാൻ പോകുന്നവരുടെ ഒരു ഫോട്ടോസിൻ്റെ ഒരു സെറ്റപ്പും ഒരുമിച്ച് എല്ലാവരും നിർത്തിയ ഒരു ഫോട്ടോസോ സംഭവങ്ങളോ ആദ്യം ഒരു ലിസ്റ്റ് പോലെ എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവും, ആരൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതാണ് അവർക്കൊരു സംശയമായത്, കുറിപ്പും അയച്ച ഫോട്ടോയും ഈ ഒരു ഫോട്ടോയും ഒന്നാണ് എന്ന്. അങ്ങനെ ഒരു സംശയം അവിടെ വന്നതുകൊണ്ടാണ് അവർ ചാടി കയറി ഈ അർജുനെയും അഞ്ജലിയും പിടിക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മിക്കവാറും ഈ സംഘാടകരിൽ അവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും പറയുന്നത്, ഈ അവരയച്ച ഫോട്ടോ കുറിപ്പ് അയച്ച ഫോട്ടോ മാറിപ്പോയത് എന്തെങ്കിലും ആയിരിക്കും. അത് കുറിപ്പ് നടത്തുന്ന പരിപാടി തന്നെയാണല്ലോ. ഇവരെത്താത്തതുകൊണ്ട് ഒരു പക്ഷേ അതല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം, അതായത് പിടിച്ചോണ്ട് വരണം, ഒരു താലി കെട്ടാനുള്ള ഒരു സെറ്റപ്പിൽ പിടിച്ചുകൊണ്ട് വരണം എന്നാണല്ലോ ഈ കുറിപ്പ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സംഘാടകർ പറയും ഇവർ കല്യാണത്തിന് എത്താത്തത് കൊണ്ട് കുറിപ്പ് അയച്ചതായിരിക്കും. ഈ പരിപാടി നടത്താനായിട്ട്, അതായത് കല്യാണത്തിന് വേണ്ടി തന്നെ വന്ന് ആളുകളുടെ ഒരാളുടെ ഫോട്ടോ ആയിരുന്നു അത്. അപ്പോൾ ഇവരെത്താതെ ലേറ്റ് ആയതുകൊണ്ട് കുറിപ്പ് അയച്ചതായിരിക്കും, പിടിച്ചുകൊണ്ടെങ്കിലും അവരെ വരണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, അപ്പോൾ ആൾ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ, അതാ സംഭവം, അല്ലാതെ വേറൊന്നും അല്ല എന്ന് പറയും. പിടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, കുറിപ്പ് സാറ് ഇയാൾ എത്താത്തത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് പറയും. അങ്ങനെ പറഞ്ഞു മിക്കവാറും ഗുണ്ടകൾ കൺവിൻസ് ആയി പോവും. അപ്പോഴും നമ്മുടെ അർജുനും അഞ്ജലിയും പെട്ട അവസ്ഥയിലാണ്. അല്ലാന്ന് പറഞ്ഞ് ഈ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങാനും പറ്റത്തില്ല. അപ്പോൾ അതേ എന്ന രീതിയിൽ അർജുനും അഞ്ജലിയും അവിടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ അവർ നിൽക്കുന്ന ഒരു സമയത്ത്
വീണ്ടും താലി കയ്യിലേക്ക് കൊടുക്കും, വേഗം കെട്ടിക്കോ, മുഹൂർത്തമായി എന്ന് പറയും. അഞ്ജലിയാണ് ആകെ ഷോക്കഡായി നിൽക്കുകയാണ്. ചുറ്റും എന്തൊക്കെയോ സംഭവിക്കുന്നു. ഈ രീതിയിൽ അഞ്ജലി ഷോക്കഡായി നിൽക്കുകയും ചെയ്യും. ഏറ്റവും അവസാന ഭാഗത്ത് പ്രൊമോയിൽ കാട്ടുന്നത് ഈ അർജുൻ അഞ്ജലി താലികെട്ട് ആട്ടോ കാട്ടുന്നത്. പക്ഷെ അതിന് തൊട്ട് മുമ്പായിട്ടൊരു സീനുണ്ട് കേട്ടോ. നമ്മൾ ഒരു കാര്യം വിചാരിച്ചിരുന്നു, ഈ അർജുൻ കാവ്യ വിവാഹം നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ വളരെയേറെ നിരാശയിലാണ് കാവ്യയും. കൊല്ലാനുള്ള പകയോടെ കുറുപ്പും നടക്കുകയാണ്. അപ്പോഴും നമ്മൾ ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നു, ഇനിയെങ്കിലും അർജുൻ്റെ ജീവിതത്തിലേക്ക് കുറച്ചെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ ഈ കാവ്യ കടന്നു വരില്ല എന്ന്. പക്ഷെ കാവ്യ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. കുറുപ്പിൻ്റെ മകൾ തന്നെയാണെന്ന് കാവ്യ തെളിയിച്ചിരിക്കുകയാണ്. 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞതുപോലെ കാവ്യ വളരെ വൈരാഗ്യത്തോട് കൂടിയിട്ട് പറയുകയാണ്, ഞാൻ അർജുൻ്റെ ഒപ്പം ജീവിക്കുന്നത് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് അഞ്ജലി ഉരുകി തീരണം എന്നാണ് കാവ്യ പറയുന്നത്. ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായി അർജുന കാവ്യ ഒരു രീതിയിലും വേണ്ട, നമ്മുടെ അർജുന മനസ്സിലൊരു തെല്ലും ഇടവില്ല എന്നൊക്കെ അറിഞ്ഞിട്ടും ഈ കാവ്യ അർജുൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകില്ല എന്നൊരു കടുത്ത ദുർവാശിയിലാണ് എന്ന് നമുക്ക് കാണാം. കുറച്ചെങ്കിലും അന്തസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരാൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിതത്തിലേക്ക് കയറുന്നത്? ഒരിക്കലും ഇത് സ്നേഹം എന്ന് പറയാൻ പറ്റത്തില്ല. എന്തും അങ്ങോട്ട് സ്വന്തമാക്കാനുള്ള ഒരു വാശി മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒരു സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അർജുൻ്റെ വഴിക്ക് വിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ഒരു സീനും കൂടി നമ്മൾ പ്രൊമോയിൽ കാണുന്നുണ്ട്. അത്രയധികം വാശിയിലാണ് കാവ്യയുള്ളത്. ഇപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് പോയ കാവ്യയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റം എങ്ങനെ ഉണ്ടായി എന്നാണ് ആലോചിക്കുന്നത്. ഒരുപക്ഷെ എനിക്കിപ്പോൾ തോന്നുന്ന ഒരു കാര്യം, ഈ കാവ്യേനെ അനുപമ ഫോം വിളിച്ചിട്ടുണ്ടാവും. എന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും, നീ ഇങ്ങനെയൊക്കെ ആയി എന്ന് പറഞ്ഞ് നിരാശപ്പെടരുത്, ഒരിക്കലും അഞ്ജലിയുടെ കൂടെ അർജുനെ ജീവിക്കാനായിട്ട് നീ അനുവദിക്കരുത്, അത് നിന്റെ പരാജയമാണ്, നീ അർജുനെ സ്വന്തമാക്കണം എന്ന് പറഞ്ഞിട്ട് എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ട് കാവ്യയുടെ മനസ്സ് വീണ്ടും പഴുപ്പിച്ചെടുത്തിരിക്കുകയാണ് ഈ അനുപമ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അർജുനെ വേണ്ട എന്ന് പറഞ്ഞ് എനിക്കിനി അവന് വേണ്ട, ഒരിക്കലും നടക്കാൻ പോകുന്ന കേസല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നിരാശയോടെ പോയ കാവ്യയുടെ മനസ്സിൽ ഇത്രയധികം വൈരാഗ്യവും ആ തീയും എങ്ങനെ വന്നു? അനുപമ തന്നെയായിരിക്കും കാരണം അനുപമയ്ക്കറിയാം അഞ്ജലീനെ അർജുൻ വിവാഹം കഴിച്ച് ശംഖുചക്രത്തിലേക്ക് എങ്ങാനും വന്നു കഴിഞ്ഞാൽ താൻ പടിക്ക് പുറത്തു പോകേണ്ടി വരുമെന്ന്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ അനുപമ ചെയ്തു കൂട്ടുന്നത്. എന്താണെങ്കിലും പ്രൊമോയുടെ ഏറ്റവും അവസാന ഭാഗം നമ്മളെല്ലാവരും കാത്തിരുന്ന സീനാണ്. ഈ മുഹൂർത്തത്തിൽ വേഗം കെട്ട് എന്ന് പറയുന്ന സമയത്ത് അഞ്ജലിയോട് ഇങ്ങനെ തിരിഞ്ഞു പറയണം. അപ്പം അഞ്ജലി തിരിഞ്ഞു നിൽക്കും. ആ സമയത്ത് അഞ്ജലിൻ്റെ കഴുത്തിലേക്ക് നമ്മുടെ അർജുൻ അങ്ങനെ താലി കെട്ടുകയാണ്. പെട്ടെന്ന് അഞ്ജലി ആകെ ഷോക്കഡായിപ്പോയി. അർജുൻ അങ്ങനെ താലി കെട്ടും എന്ന് അഞ്ജലിയും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു അവസരത്തിലാണ് താലി കെട്ടുന്നത് നല്ലത് എന്ന് അർജുൻ മനസ്സിലാക്കുകയാണ്. എവിടെ വെച്ച് താലി കെട്ടിയാലും അതിനൊരു വാല്യൂ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു നിമിഷം ഇതാണ്, അഞ്ജലിയെ തൻ്റെ സ്വന്തമാക്കിയിരിക്കുകയാണ് അർജുൻ കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയാണ് ഇന്നത്തെ പ്രൊമോ വന്നത്. നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു വന്നത്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. നമ്മൾ റിവ്യൂമായി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.